2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലും വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥാനാർത്ഥികൾ ആര് എന്ന് തെരഞ്ഞെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ. അപ്പോഴും അവർക്ക് പല കണക്കുകൂട്ടലുകളുണ്ട്. ഓരോ മണ്ഡലത്തെയും സംബന്ധിച്ച് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുക, ഏത് മണ്ഡലത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെടാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ, പഠനങ്ങൾ, കണ്ടെത്തലുകൾ ഉണ്ട്. ഇവിടെ ഇതാ പ്രേക്ഷകരുമായി ഞങ്ങൾ ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു മുന്നണി ഭരണ തുടർച്ചയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ ഏറിയത്. അങ്ങനെ ഭരണ തുടർച്ച നേടിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നടന്ന ഏതാനും മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ആ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം എന്ത്, ഏതൊക്കെ മണ്ഡലങ്ങൾ എന്നതാണ്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ന്യൂസ് ടെൻസ് വിശദമായി ചർച്ച ചെയ്ത പെരിന്തൽമണ്ണയാണ് എന്നത് തന്നെയാണ്. അവിടെ ഈ UDFന്റെ ഭൂരിപക്ഷം എന്നത് കേവലം 38 വോട്ടുകൾ മാത്രമായിരുന്നു എന്നത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ വോട്ടുകളെ പക്ഷേ ഇനി മറികടക്കാൻ പറ്റുമോ? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഈ 38 എന്ന ഭൂരിപക്ഷം 17,000-ആയി ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് പെരിന്തൽമണ്ണയിൽ. അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിൽ LDF ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നതാണ്. ഇനി മറ്റൊരു മണ്ഡലത്തിലേക്ക് പരിശോധിക്കുമ്പോൾ കുറ്റ്യാടിയിൽ ആയിരുന്നു. കുറ്റ്യാടിയിൽ LDFന്റെ ഭൂരിപക്ഷം എന്നത് 333 വോട്ടുകളുടേത് മാത്രമാണ്. മഞ്ചേശ്വരം BJP ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. പലപ്പോഴും BJP വിജയത്തിനോട് അടുത്തെത്തുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് കേവലം 745 വോട്ടുകൾക്ക് മാത്രമാണ് BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എന്നതുകൂടി ഓർത്തെടുക്കുന്നു. അടുത്ത മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടത് തൃശ്ശൂരിനെയാണ്. തൃശ്ശൂരിൽ LDFന്റെ സാരഥി വിജയിച്ച് കയറിയത് കേവലം 946 വോട്ടുകൾക്ക്. താനൂരിലെ ഭൂരിപക്ഷം LDFന്റേത് 985 വോട്ട്. തൃപ്പൂണിത്തറയിൽ ഇത്തവണ UDF, അതായത് K ബാബു ആണ് അവിടെ വിജയിച്ചത്. K ബാബുവിന്റെ തിരിച്ചുവരവ് ആയിരുന്നു. സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 992 വോട്ടുകൾ എന്നതായിരുന്നു തൃപ്പൂണിത്തറയിലെ ഭൂരിപക്ഷം. മറ്റു മണ്ഡലങ്ങൾ പരിശോധിക്കും ചാലക്കുടിയിൽ 1000-ന് മുകളിൽ ആയിരുന്നു ഭൂരിപക്ഷം, 1057 വോട്ടുകളുടെ ഭൂരിപക്ഷം. പീരുമേട് 1835, റാന്നിയിലെ ഭൂരിപക്ഷം 1285, ചവറയിൽ 1096 എന്നിങ്ങനെയാണ് ഭൂരിപക്ഷം എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. എന്തായിരുന്നു 2021 ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു പോയത്? ആരൊക്കെയായിരുന്നു പ്രധാന എതിരാളികൾ? ഇത്തവണ അവിടെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ മാറിമറിയുന്നു? ഇക്കാര്യങ്ങളാണ് വിശദമായി പരിശോധിക്കുന്നത്. TG സജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, കൗതുകമേറിയ പോരാട്ടം. ഒരുപക്ഷെ ഈ പെരിന്തൽമണ്ണയൊക്കെ നമ്മൾ ഓർത്തെടുക്കേണ്ടത് അവസാന വോട്ട് എണ്ണുന്നത് വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന ഇടമാണ്. അവിടെ നജീബ് കാന്തപുരത്തിൻ്റെ വിജയം ഇത്തവണ ഇന്നലെയും സൂചിപ്പിച്ചു കഴിഞ്ഞു. വിജയിച്ചു വന്ന നജീബിനെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം, അതുപോലും ആയുധമാക്കി മാറ്റാൻ പറ്റുന്ന നജീബ്. അപ്പം നജീബിനെ ആര് മറികടക്കും? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നു. തൃപ്പൂണിത്തറയിൽ ഇത്തവണ തിരിച്ചു വരാൻ LDFന് സാധിക്കുമോ? മഞ്ചേശ്വരത്ത് ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ BJPക്ക് വിജയിക്കാൻ സാധിക്കുമോ? അങ്ങനെ കൗതുകകരമാണല്ലോ ഈ മണ്ഡലങ്ങൾ. കഴിഞ്ഞ പോരാട്ടത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി എങ്ങനെ താരതമ്യം ചെയ്യാം സജിത്ത്? അഭിലാഷ്, അത് തന്നെ ഏറെ കൗതുകമാണ്. കാരണം സംസ്ഥാനം 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ പോരിന് ഇറങ്ങുമ്പോൾ 2029 കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് ഭരണ തുടർച്ച നൽകിയ, വലിയ ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ച നൽകിയ ആ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ട ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാനാവും, കഴിഞ്ഞ തവണ 2000-ൽ താഴെ വോട്ടുകൾക്ക് വിജയിച്ചത് 10 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നത്, ആ 2000-ൽ താഴെ വോട്ടുകൾ എന്ന് പറയുമ്പോൾ അസാധാരണമായ പോരാട്ട ചിത്രമാണ്. നേരിയ ചില സാഹചര്യങ്ങളൊക്കെയാണ് ജയപരാജയങ്ങൾ അവിടെ നിശ്ചയിച്ചത്. ആ സങ്കീർണാവസ്ഥ സ്വാഭാവികമായും 2021 വോട്ടെണ്ണുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ വരെ പ്രകടമാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ആര് ജയിക്കും എന്നതിൻ്റെ ഒരു ആകാംക്ഷ നിലനിർന്നു തന്നെയാണ് പോയത്. അതിൽ ആ മണ്ഡലങ്ങൾ ഏതൊക്കെ, ആ മണ്ഡലങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ പൊതുവിൽ പ്രകടമായ ജനവികാരം എന്ത്, ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ആദ്യമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം തന്നെയാണ്. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നോക്കൂ, പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ തവണ വെറും 38 വോട്ടിനാണ് ഒരു ജനപ്രതിനിധിയെ നിയമസഭയിലേക്ക് നിശ്ചയിച്ചത്. ഏറെ വിവാദങ്ങൾ അതിനുശേഷവും തെരഞ്ഞെടുപ്പ് തർക്കങ്ങളും കോടതി തർക്കങ്ങൾക്കും
നീണ്ടുപോയായി തെരഞ്ഞെടുപ്പ് കേസുകളും ഒക്കെയായി അത് നീണ്ടുപോയതാണ്. എന്തായാലും വെറും 38 വോട്ടുകളുടെ നീക്കമാണ് കഴിഞ്ഞ തവണ പെരിന്തൽമണ്ണയിൽ ഉണ്ടായത്. പെരിന്തൽമണ്ണയിൽ UDF ആണ് വിജയിച്ചത്. നജീബ് കാന്തപുരം എന്ന ലീഗിൻ്റെ പുതുമുഖമായ ഒരു യൂത്ത് ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരമാണ് അവിടെ വിജയിച്ചത്. നജീബ് നേടിയ വോട്ടുകൾ 76,530 വോട്ടുകളാണ്. അതേസമയം KPM മുസ്തഫ എന്ന ഇടത് സ്വതന്ത്രനെ കളത്തിലിറക്കിക്കൊണ്ടാണ് പെരിന്തൽമണ്ണയിൽ ഒരു പരീക്ഷണം ഇടതുപക്ഷം നടത്തിയത്. നമുക്കറിയാം പെരിന്തൽമണ്ണ ഇടതുപക്ഷത്തിനും മലപ്പുറം ജില്ലയിൽ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും സ്വാധീനമുള്ള ഇടമാണ്. പൊതുവിൽ ലീഗിൻ്റെ സമീപ മണ്ഡലങ്ങളൊക്കെ ലീഗിന് വലിയ സ്വാധീനമുള്ളപ്പോഴും പെരിന്തൽമണ്ണയിൽ മറ്റൊരു ചിത്രമുണ്ട്. എന്തായാലും അതായത് സജിത്ത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് അത് പലപ്പോഴും പ്രകടമാകാറുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. ആ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചുപിടിച്ചു. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളും തിരിച്ചുപിടിച്ചു. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറി എന്നും തോന്നുന്നുണ്ട് സൈത്ത്. വലിയ രീതിയിൽ മാറി. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ KPM മുസ്തഫയുടെ ലീഡ് 76,492 വോട്ടുകളാണ് KPM മുസ്തഫ പിടിച്ചത്. അതായത് വെറും 38 വോട്ടുകൾ. വലിയ തർക്കത്തിലൊക്കെയാണ് റീകൗണ്ടിങ്ങിനൊക്കെ പോയതാണ്. അതിനുശേഷം നോക്കുക, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് 16,833 വോട്ടുകളുടെ ഭൂരിപക്ഷമായ ആ മണ്ഡലം ഇപ്പോൾ UDFന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നതാണ് ചിത്രം. നമുക്കറിയാം സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുവിൽ ഒരു UDF അനുകൂല വികാരം പൊതുവിൽ പ്രകടമായി UDF തരംഗമായിരുന്നു. അപ്പോൾ അത് ഏറ്റവും പ്രകടമായ ഒരിടം, അതായത് വെറും 38 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ നിയമസഭയിൽ UDF വിജയിച്ചെടുത്ത് ഇപ്പോൾ 16,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് UDFിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അവിടെ മാറി എന്നതാണ്. കഴിഞ്ഞ തവണത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നത് ഇത്തവണ വരുമ്പോൾ അത് മറ്റൊരു ചിത്രമായി എന്നതുകൂടിയാണ് ഈ പെരിന്തൽമണ്ണയുടെ ചിത്രത്തിൽ ഏറെ ശ്രദ്ധേയമാവുന്ന ഒരു കാര്യം. നമുക്ക് അടുത്ത മണ്ഡലം പരിശോധിക്കാം. അടുത്ത മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് കുറ്റ്യാടിയാണ്. നമുക്കറിയാം കുറ്റ്യാടിയുടെ രാഷ്ട്രീയ സാഹചര്യം നോക്കൂ, 333 വോട്ടുകൾ. അതായത് കഴിഞ്ഞ തവണ പെരിന്തൽമണ്ണ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഇടമാണ്. കുറ്റ്യാടിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കേരള കോൺഗ്രസിന് ഇടതുപക്ഷം മാണി ഗ്രൂപ്പിന് കൊടുത്ത മണ്ഡലമാണ്. പക്ഷേ അവിടെ വലിയ CPMൽ എതിർപ്പുകൾ ഉണ്ടാകുന്നു. ഒടുവിൽ പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നു. അങ്ങനെ ലീഗിനെതിരെ CPM തന്നെ അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം 80,143 വോട്ടുകൾ. അതേസമയം ലീഗിലെ സിറ്റിംഗ് സീറ്റായ പാറക്കൽ അബ്ദുള്ള തന്നെ മത്സരിക്കുന്നു. 79,810 വോട്ടുകൾ. സംഭവിക്കുന്നത് 333 വോട്ടുകളുടെ ലീഡാണ് അവിടെ ഇടതുപക്ഷത്തിനുണ്ടായ നേരിയ മാർജിനുള്ള വിജയമാണ് കഴിഞ്ഞ തവണ നടന്നത്. പക്ഷേ ചിത്രം വീണ്ടും മാറുന്നുണ്ട്. UDFിൻ്റെ ഇപ്പോഴത്തെ ലീഡ്, തദ്ദേശ കണക്കിലുള്ള ലീഡ് പരിശോധിക്കുമ്പോൾ 4,558 വോട്ടുകളായി ആ ലീഡ് നില മാറിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അതായത് അവിടെ ഈ LDFിൻ്റെ കുറ്റ്യാടി എന്ന വലിയ പോരാട്ടം നടത്തി വിജയിച്ച ആ ഇടത്ത് ഇപ്പോൾ UDFിൻ്റെ ലീഡായി തദ്ദേശ കണക്കിലേക്ക് വരുമ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ 2026 നിയമസഭയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് സ്വാഭാവികമായ ആകാംക്ഷയാണ്. തദ്ദേശ കണക്ക് ആവർത്തിക്കപ്പെടുമോ അതല്ലെങ്കിൽ മറ്റൊന്നും സംഭവിക്കുമോ എന്നതാണ്. എന്തായാലും 2021 പോരാട്ട ചിത്രം നോക്കുമ്പോൾ ഏറെ രസകരവും കൗതുകവുമാണ് കുറ്റ്യാടിയുടെ ചിത്രം. അടുത്ത മണ്ഡലത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നോക്കുക, മഞ്ചേശ്വരമാണ്. നേരത്തെ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചു, സംസ്ഥാനത്ത് BJPക്ക് നിയമം കഴിഞ്ഞാൽ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. ഒരുപക്ഷെ നിയമത്തിന് മുമ്പ് മഞ്ചേശ്വരമാണ് ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്ന ഇടം. പക്ഷേ മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ അവിടെ മറ്റൊരു റിസൾട്ട് ഉണ്ടാക്കുകയായിരുന്നു പതിവായി ഉണ്ടായിരുന്നത്. മഞ്ചേശ്വരത്തെ കഴിഞ്ഞ പോരിതാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 745 വോട്ടുകളുടെ വിജയമാണ്. അത് വോട്ടർ പട്ടിക ക്രമക്കേട് അടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. തെരഞ്ഞെടുപ്പ് കേസുകൾ ഉണ്ടായതാണ്. പക്ഷേ 745 വോട്ടുകളുടെ വിജയമായി. AK അഷ്റഫിൻ്റെ ഭൂരിപക്ഷം അങ്ങനെയായിരുന്നു. K സുരേന്ദ്രൻ 65,013 വോട്ടുകളും VV രമേശൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 40,639 വോട്ടുകളും. ഇതാണ് മഞ്ചേശ്വരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം. അപ്പോൾ സംഭവിച്ചതെങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ മാറ്റമുണ്ടാകുന്നു. അത് UDFിൻ്റെ ലീഡായി മാറുന്നു. UDFിന് 20,000-ഓളം ലീഡ് കിട്ടുന്ന അവസ്ഥയിലേക്ക് മഞ്ചേശ്വരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം. പക്ഷേ സജിത്ത്, അതിൽ ഈ മഞ്ചേശ്വരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ SDPI അവിടെ ഒരു പരിധിവരെയൊക്കെ വോട്ടുകളുണ്ടല്ലോ. അവിടെ ഈ UDFിന് വിജയിച്ച് കയറാമെന്ന് പറയുമ്പോൾ ആ വോട്ടുകളൊക്കെ പലപ്പോഴും UDFിന് അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. ഇത്തവണ SDPI പറയുന്നത് അവിടെ SDPI സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്നാണ്. അപ്പോൾ SDPIക്ക് പോകുന്ന വോട്ടുകൾ അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ ഈ BJP ഇഞ്ചോടിഞ്ചിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് വോട്ടുകൾ നഷ്ടമായാൽ തന്നെ BJPക്ക് നേട്ടമാകുന്ന ഒരു സാഹചര്യം അങ്ങനെ കൂടി ചില വിലയിരുത്തലുകളുണ്ടല്ലോ. അഭിലാഷ്, അത് മാത്രമല്ല SDPI ഒരു സ്വാധീന ശക്തിയാണ്, തർക്കമില്ല. SDPI തവണ വ്യത്യസ്ത നിലപാടെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പക്ഷേ അവർ BJPയെ പരാജയപ്പെടുത്തുക എന്ന പ്രഖ്യാപനത്തിലേക്ക് വന്ന് ഒരു പക്ഷേ UDFിന് പിന്തുണ തന്നെ പ്രഖ്യാപിച്ചേക്കാം. അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതങ്ങനെ തന്നെ കരുതേണ്ടതില്ല, അത് മാറിയേക്കാം. മറ്റൊന്നുള്ളത് ഇടതുപക്ഷ വോട്ടുകളാണ്. നമുക്കറിയാം അവിടെ CPMൻ്റെ പരമ്പരാഗതമായ ചില വോട്ടുകൾ UDFിന് മറിക്കാറുണ്ട്, അങ്ങനെ BJPയെ തോൽപ്പിക്കാറുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു കാര്യം. അത് ഏറെക്കുറെ അവിടുത്തെ പ്രാദേശിക നേതൃത്വമൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് 40,000-ൽ പരം വോട്ടുകളാണ് കഴിഞ്ഞ തവണ
അവിടെ ഇടതുപക്ഷം നേടിയത്. ഇത്തവണത്തെ റിസൾട്ടിൽ ഈ സംസ്ഥാനത്ത് UDFും LDFും തമ്മിൽ അത്തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ ഈ മഞ്ചേശ്വരത്ത് ഇടവെക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഇടമാണ്. കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ തോറ്റയിടത്ത് ഇത്തവണ വീണ്ടും സുരേന്ദ്രൻ തന്നെ മത്സരിക്കാൻ വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. സുരേന്ദ്രനാവുന്ന ഏറെക്കുറെ ഉറപ്പാണ്. സുരേന്ദ്രൻ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മഞ്ചേശ്വരമായിരിക്കും ഒരുപക്ഷേ ഇത്തവണത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും പ്രസക്തമാവുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആ മണ്ഡലത്തെ സ്വാധീനിക്കാനുണ്ട്. ഇഞ്ചോടിഞ്ച് 745 വോട്ടുകളുടെ ആ പോരാട്ട ചിത്രം വീണ്ടും ആവർത്തിക്കപ്പെടും. അത് തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുകൂടിയാണ് മഞ്ചേശ്വരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം. മറ്റൊന്ന് തൃശ്ശൂരാണ്. നമുക്കറിയാം, തൃശ്ശൂർ എന്നത് ലോക്സഭയിൽ BJPക്ക് ആദ്യമായി അക്കൗണ്ട് തുറക്കപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ. അതേ സ്ഥാനാർത്ഥി തന്നെയാണ് കഴിഞ്ഞ തവണ നിയമസഭയിൽ മത്സരിച്ചത്. 2021 സുരേഷ് ഗോപി തന്നെയായിരുന്നു അവിടെ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കൂ. തെരഞ്ഞെടുപ്പിൽ അവിടെ P. ബാലചന്ദ്രൻ്റെ വിജയമാണ് ഉണ്ടായത്. വെറും 946 വോട്ടുകൾക്ക്. അതായത് അതിശക്തമായ ത്രികോണ പോരാട്ടമാണ്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഇതുവരെ കാണാത്ത അതിശക്തമായ നിയമസഭാ പോര് കഴിഞ്ഞ തവണ നടന്നു. അപ്പോൾ സംഭവിച്ചത് P. ബാലചന്ദ്രന് 946 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ നേരിയ മാതിരിയുള്ള തോൽവി, സുരേഷ് ഗോപിയും സമാനമായ തരത്തിലുള്ള വോട്ടുകൾ അവിടെ പിടിച്ചു എന്നാണ് ചിത്രം. അതായത് BJPയും LDFും തമ്മിലുള്ള വ്യത്യാസം പരിശോധിച്ചാൽ പോലും അത് ഏതാണ്ട് 4000 എന്നത് ആണ്. അത് തന്നെ ഒരു മാർജിൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും. കാരണം മൂന്നും ഇഞ്ചോടിഞ്ച് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം അതാണ് അവിടുത്തെ യഥാർത്ഥ ത്രികോണ ചിത്രമാണ് ഇവിടെ സംഭവിച്ചത്. ഇത്തവണ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി തൃശ്ശൂർ വന്നേക്കാമല്ലേ? തീർച്ചയായിട്ടും A ക്ലാസ് മണ്ഡലമാണ്. അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുമാണ്. കാരണം സംസ്ഥാനത്ത് ഏറ്റവും അതിശക്തമായ ത്രികോണ പോരാട്ടമാണ്. നമ്മൾ ത്രികോണ പോരാട്ടം എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? മൂന്ന് മുന്നണികളും ഒരേപോലെ കാഴ്ചവെക്കുമ്പോഴാണ്. നേമത്തെ ചിത്രത്തിൽ നോക്കുക, ത്രികോണ പോരാട്ടം എന്ന് പറയുമ്പോഴും അവിടെ LDFും BJPയുമാണ് കളത്തിൽ. മഞ്ചേശ്വരത്തേക്ക് വരുമ്പോൾ UDFും BJPയിലുമാണ് കളത്തിൽ. പക്ഷേ തൃശ്ശൂരേക്ക് വരുമ്പോൾ നോക്കൂ, മൂന്ന് മുന്നണിയും ഒപ്പത്തിനൊപ്പം. ഇതാണ് യഥാർത്ഥ ത്രികോണ പോരാട്ടം, തർക്കമില്ല കാര്യം. അപ്പോൾ ഈ 946 എന്ന നേരിയ മാർജിനുള്ള ഇടതുപക്ഷത്തിൻ്റെ വിജയം ഇത്തവണ ആർക്ക് അനുകൂലമെന്നാണ്? എന്തായാലും തദ്ദേശ ഫലം UDF അനുകൂലമാണ്. തദ്ദേശ ഫലത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ അവിടെ 9966 വോട്ടുകളുടെ UDFിൻ്റെ ലീഡാണ് ഉണ്ടായിരിക്കുന്നത്. അത് തദ്ദേശ കണക്ക് മാത്രമാണ്. എന്തായാലും ആ ഒരു തരംഗം നിയമസഭയിൽ ഉണ്ടാകുമോ എന്നതാണ്. BJPക്ക് എന്തായാലും അവരുടെ ലോക്സഭാ മണ്ഡലമുള്ള ആ നിയമസഭാ മണ്ഡലം നിലനിർത്താനാകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ പോരാട്ട ചിത്രം വീണ്ടും ആവർത്തിക്കുമോ? നമുക്ക് കാത്തിരിക്കണം. തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു മണ്ഡലം പറയാനുള്ളത് താനൂരാണ്. താനൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്താണ് നോക്കാം നമുക്ക്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ താനൂർ എന്നത് ഒരു മുസ്ലിം ലീഗിൻ്റെ സ്വാധീന മേഖലയാണ്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ V. അബ്ദുറഹ്മാൻ എന്ന ഒരു തുറുപ്പ് ചീട്ടിനെ കളത്തിലിറക്കിയാണ് ഇടതുപക്ഷം ചെയ്തത്. കാരണം ഒരു മുസ്ലിം മുഖമുള്ള മുസ്ലിം ലീഗ് വോട്ടുകൾ സ്വാധീനിക്കപ്പെടാൻ ശേഷിയുള്ള ഒരാളെ കളത്തിലിറക്കുക, ഒപ്പം കോൺഗ്രസ് നേതാവായിരുന്ന ഒരു വ്യക്തിയെ കളത്തിലിറക്കി ഒരു ഇടത് സ്വതന്ത്ര പരിവേഷം നൽകി ഇറക്കി. അത് കഴിഞ്ഞ തവണ വിജയം കണ്ടു. അങ്ങനെയാണ് V. അബ്ദുറഹ്മാൻ്റെ വിജയം 985 വോട്ടുകൾക്ക് അവിടെ നടക്കുന്നത്. പക്ഷേ PK ഫിറോസ് തൊട്ട് പിന്നിലുണ്ടായിരുന്നു. PK ഫിറോസിനെ സംബന്ധിച്ച് കേരളത്തിൽ അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു യുവജന നേതാവാണ്. അദ്ദേഹം വിജയിച്ച് നിയമസഭയിലേക്ക് എത്തും എന്ന പ്രതീതി കഴിഞ്ഞ തവണ ജനിപ്പിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടാനായിരുന്നു വിധി. 985 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഇത്തവണ അവിടെ V. അബ്ദുറഹ്മാൻ മണ്ഡലം മാറും, അദ്ദേഹം തവനൂരേക്ക് മാറും എന്നൊക്കെയുള്ള ഒരു ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 985 എന്ന കഴിഞ്ഞ തവണത്തെ പോരാട്ട ചിത്രം ഇത്തവണ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം അവസാന നിമിഷം വരെ ആര് വിജയിക്കുമെന്ന ആകാംക്ഷ നിലനിർത്തിയ താനൂരിലെ അവസ്ഥ ഈ നിയമസഭയിൽ എന്ത് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. നമുക്ക് താനൂരിലെ തദ്ദേശ ഫലം കൂടി പരിശോധിക്കാം. 16,000-ൽ പരം വോട്ടുകളുടെ UDFിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടായത് എന്നത് കൂടിയാണ്. അപ്പോൾ പരാമർശിച്ച് പോകാവുന്നതാണ് തദ്ദേശ ഫലം, കാരണം അവിടെ UDFിൻ്റെ മജോറിറ്റിയാണുള്ളത്. പക്ഷേ V. അബ്ദുറഹ്മാനെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഫലം മാറുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം. എന്തായാലും ഈ ചിത്രം തന്നെ 2026-ലും ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമാണ്. വളരെ പ്രസക്തമാണ് ഈ താനൂരിൻ്റെ ജനവിധി. മറ്റൊന്ന് തൃപ്പൂണിത്തുറയാണ്. എക്കാലവും എറണാകുളം ജില്ലയിലെ CPMന് വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലം. അതാണ് തൃപ്പൂണിത്തുറയെ പൊതുവിൽ പറയാറുള്ളത്. തൃപ്പൂണിത്തുറ M. സ്വരാജ്, മലപ്പുറംകാരനായ M. സ്വരാജ് വന്ന് വിജയിച്ച മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ എന്തായി ചെയ്തു? K. ബാബു മണ്ഡലത്തിലേക്ക് തിരികെ വന്നു. M. സ്വരാജിൻ്റെ പരാജയമാണ് സംഭവിച്ചത്. പക്ഷേ M. സ്വരാജ് പരാജയപ്പെടുന്നത് 992 വോട്ടുകൾക്കാണ്. K. ബാബുവിന് തൊട്ട് പിന്നിൽ M. സ്വരാജ് ഉണ്ടായിരുന്നു. അതായത് വലിയൊരു പോരാട്ട ചിത്രം കഴിഞ്ഞ തവണ തന്നെ ഉണ്ടായി. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. അഭിലാഷം, നമുക്ക് ഈ തൃപ്പൂണിത്തുറയുടെ കാര്യം പരാമർശിച്ചു പോകുമ്പോൾ പറയേണ്ട ഒരു കാര്യം,
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പൊതുചിത്രത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നതാണ്. അവിടെ ബി ജെ പിയുടെ കടന്നുവരവാണ്. ബി ജെ പിക്ക് സ്വാധീനമുണ്ട്. കഴിഞ്ഞ 29,000-ൽ പരം വോട്ടുകൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ 2016-ലും 2021-ൽ അത് 23,000-ഓളം വോട്ടുകളും സമാഹരിച്ചതാണ് ബി ജെ പി. അങ്ങനെയുള്ളൊരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ തൃപ്പൂണിത്തറ നഗരസഭയടക്കം ബി ജെ പി ഭരണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാക്ടർ നിയമസഭയിൽ പ്രതിഫലിച്ചാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയൊരു സസ്പെൻസ് നമുക്ക് 2026-ൽ പ്രതീക്ഷിച്ചാലും അത്ഭുതമില്ല. അത് മാത്രവുമല്ല, ഒരുപക്ഷെ കെ ബാബു ഇത്തവണ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന പശ്ചാത്തലത്തിൽ ആരാണ് ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? ഒപ്പം സ്വരാജും മത്സരരംഗത്തുണ്ടാകില്ല എന്ന സൂചനയാണല്ലോ വരുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളിൽ പുതുമയുണ്ടാകാനും സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. കെ ബാബു മത്സരിക്കുന്നില്ലെങ്കിൽ കെ ബാബുവിൻ്റെ സ്വാധീന മേഖലകളിൽ ഒരുപക്ഷെ അതേ സ്വാധീനം യു ഡി എഫിന് നിലനിർത്താൻ കഴിയുമോ എന്നൊരു സംശയം സ്വാഭാവികമായി ഉയർന്നു വരും. കാരണം കെ ബാബു വ്യക്തിപരമായി സമാഹരിക്കുന്ന വോട്ടുകൾ എന്ന പ്രത്യേകതയുണ്ട്. മറ്റേത് സ്ഥാനാർത്ഥിക്കും അതിന് കഴിയും എന്നൊരു പ്രശ്നം അവിടെ സ്വാഭാവികമായും ഉദിച്ചു വരും. അങ്ങനെയെങ്കിൽ ത്രികോണ പോരാട്ടത്തിൻ്റെ ചിത്രത്തിലേക്ക് ഈ തൃപ്പൂണിത്തറയും മാറുമെന്നതാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ തൃശ്ശൂർ പറഞ്ഞു ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമെന്ന്. സമാനമായ ചിത്രത്തിലേക്ക് ഒരുപക്ഷെ തൃപ്പൂണിത്തറയും മാറിയാൽ എന്നാൽ സംശയമില്ല. അതായത് 2016, 2021 ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലാണ് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിക്കുന്നത്. അതിന് മുമ്പ് വെറും 4,000 വോട്ടുകൾ മാത്രം ബി ജെ പി നേടിയ മണ്ഡലമാണെന്ന് ഓർക്കണം. അവിടെ നിന്നാണ് ഉയരുന്നത്. സ്വാഭാവികമായും ആ വർധനവ് നിലനിർത്തിയാൽ അതിശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് മാറും. അപ്പോൾ ഇനി LDF-ഓ UDF-ഓ വിജയിച്ചാൽ പോലും ജയപരാജയം നിശ്ചയിക്കാൻ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ് നിർണായകം. കഴിഞ്ഞ തവണയും അതിനു മുമ്പ് സംഭവിച്ചതും അതുതന്നെയാണ്. അപ്പോൾ 992 എന്ന കഴിഞ്ഞ തവണത്തെ നേരിയ മാർജിൻ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് തന്നെ തൃപ്പൂണിത്തറയെ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഭിലാഷ്, അതുതന്നെയാണ് അവിടുത്തെ ചിത്രം. മറ്റൊരു മണ്ഡലം കൂടി നമുക്ക് നോക്കാം. അത് ചാലക്കുടിയാണ്. ചാലക്കുടിയുടെ രാഷ്ട്രീയ ചിത്രം നോക്കൂ. കഴിഞ്ഞ തവണ ചാലക്കുടി ഇടതുപക്ഷത്തിൻ്റെ സീറ്റായിരുന്നു. കഴിഞ്ഞ തവണ അവർ മുന്നണിക്കകത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുത്ത സീറ്റാണ്. പക്ഷേ അവിടെ സംഭവിച്ചത് UDF-ൻ്റെ വിജയമാണ്. അതായത് 2021-ൽ വലിയ സീറ്റുകളുമായി വലിയ മാർജിനുകളുമായി പലയിടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ഉണ്ടായപ്പോൾ ചാലക്കുടിയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. ചാലക്കുടിയുടെ റിസൾട്ട് മാറി. ചാലക്കുടിയിൽ UDF-ആണ് വിജയിച്ചത്. പക്ഷേ അത് വെറും 1057 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് സനീഷ് കുമാർ ജോസഫ് എന്ന സ്ഥാനാർത്ഥി അവിടെ UDF-ന് വിജയിക്കുന്നത്. 61,000-ൽ പരം വോട്ടുകൾ. ഡെന്നീസ് കെ ആൻ്റണി എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി 60,000-ൽ പരം വോട്ടുകൾ. 1057 വോട്ടുകളാണ്. അതായത് ചാലക്കുടിയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ രണ്ട് മുന്നണികൾക്കും വലിയ സ്വാധീനമുണ്ട്. ബി ജെ പി വലിയ ഫാക്ടർ അല്ല കേട്ടോ ആ മണ്ഡലത്തിൽ. അത് നമുക്ക് പ്രത്യേകിച്ച് പരാമർശിച്ചു പോകാം. വലിയ ഫാക്ടർ അല്ല. പക്ഷേ ചാലക്കുടിയിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനും ഒപ്പം UDF-നും വലിയ സ്വാധീനമുള്ളതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ചിത്രം വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കാം. വീണ്ടും കേരള കോൺഗ്രസിന് ഇത്തവണ സീറ്റ് നൽകുമോ എന്നതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ്. അതായത് ഈ ചിത്രം ഇത്തരം ഒരു പോരാട്ട ചിത്രം ആവർത്തിക്കണമെങ്കിൽ കേരള കോൺഗ്രസിന് വീണ്ടും സീറ്റ് നൽകുമോ, അതല്ല CPM തന്നെ ആ സീറ്റിൽ മത്സരിക്കുമോ? BD ദേവസി എന്ന മുൻ സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയാണോ മത്സരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഇടമായിരുന്നു കഴിഞ്ഞ തവണ ചാലക്കുടി. ചാലക്കുടിയുടെ പോരാട്ട ചിത്രത്തിൽ 1057 വോട്ടുകളുടെ നേരിയ മാർജിനുള്ള ആ വിജയം അതേപോലെ ഇത്തവണ ആവർത്തിക്കുമോ എന്നതാണ്. നമുക്ക് തദ്ദേശത്തിൻ്റെ ഫലം നോക്കാം. തദ്ദേശത്തിൽ പക്ഷേ UDF-ആണ്. 11,882 വോട്ടുകളുടെ മജോറിറ്റി. തദ്ദേശ ചിത്രം, തദ്ദേശ വാർഡുകളുടെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ അവിടെ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ UDF-ന് ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചാലക്കുടി നമ്മൾ പ്രതീക്ഷിക്കുന്ന 2021-ലെ രാഷ്ട്രീയ പോരിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയും കൗതുകവും നമുക്കെല്ലാവർക്കും മുന്നിലേക്കും ചാലക്കുടി കൊണ്ടുവരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു മണ്ഡലം പീരുമേടാണ്. ഇപ്പോൾ നിയമസഭാംഗം മരണപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പീരുമേടിൻ്റെയും രാഷ്ട്രീയ ചിത്രം അതായിരുന്നു. അതായത് ക്രമാനുഗതമായി അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന മണ്ഡലമാണ് പീരുമേട്. അതാണ് നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു രാഷ്ട്രീയ ചിത്രം. നോക്കുക, ഭൂരിപക്ഷം വെറും 1835 വോട്ടുകൾ മാത്രമാണ് അവിടെ കഴിഞ്ഞ തവണ വാഡൂർ സോമൻ എന്ന ഇടതുപക്ഷത്തിൻ്റെ CPI-യുടെ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നത്. അതിനു മുമ്പ് ബിജിമോളും മറ്റും വലിയ ഭൂരിപക്ഷം 16,000-ഉം 20,000-ഉം ഒക്കെ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുന്നു. ഇത്തവണ UDF-ന് വലിയ പ്രതീക്ഷയുള്ള ഇടം കൂടിയാണ്. ഇത്തവണ അവിടെ അട്ടിമറി വിജയം അല്ലെങ്കിൽ ഭരണം മാറും എന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ് UDF. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവകാശവാദങ്ങൾ നിരവധി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ പോരാട്ട ചിത്രത്തിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1835 എന്ന നേരിയ മാർജിനുള്ള ഇടതുപക്ഷ വിജയം ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായ വിധിയാക്കി മാറ്റാൻ UDF കളത്തിലുണ്ട്. നമുക്ക് ആകാംക്ഷയും കൗതുകവും പീരുമേടിൽ നിന്നും പ്രതീക്ഷിക്കാം. പീരുമേടിൻ്റെ
തദ്ദേശ ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 6124 വോട്ടുകളുടെ ഭൂരിപക്ഷം തദ്ദേശ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ പീരുമേട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം ഏറെ പ്രസക്തമാണ്. പീരുമേട് ഈ ഇഞ്ചോടിഞ്ച് കഥ ഇത്തവണ 2026-ലും പറയുമോ എന്ന കൗതുകം അവശേഷിക്കുന്നു. പീരുമേടിൻ്റെ രാഷ്ട്രീയ ചിത്രം അങ്ങനെയാണ്. മറ്റൊന്ന് റാന്നിയാണ്. ഇടതുപക്ഷത്തിൻ്റെ രാജു എബ്രഹാം എന്ന യുവ നേതാവിലൂടെ CPM കാലങ്ങളായി നിലനിർത്തി പോന്നിരുന്ന മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ അത് കേരള കോൺഗ്രസിന് കൊടുക്കുന്നു. അതോടുകൂടി ഭൂരിപക്ഷം കുത്തനെ ഇടിയാണ് ചെയ്തത്. വെറും 1285 വോട്ടിൻ്റെ വഞ്ചോടിഞ്ച് പോരിനൊടുവിലാണ് പ്രമോദ് നാരായണൻ എന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നത്. ഇത്തവണത്തെ രാഷ്ട്രീയ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് സംഭവിക്കും റാന്നി എന്നത് വളരെ ചോദ്യമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നേരിയ മാർജിനിൽ നേടിയ ഈ വിജയം നിലനിർത്താൻ, ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമോ, അതല്ലെങ്കിൽ ഈ മാർജിൻ മറികടന്നുകൊണ്ട് വിജയത്തിലേക്ക് വരാൻ UDF-ന് കഴിയുമോ എന്ന ചോദ്യമാണ്. നേരിയ മാർജിനുള്ള 1885 വോട്ടുകളുടെ വിജയം നേടിയ റാന്നി ഇത്തവണ പറയാൻ പോകുന്ന ജനവിധി എന്തുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രസക്തവുമാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുണ്ടാക്കുന്നതാണ്. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുമ്പോൾ 10,000-ൽ പരം വോട്ടുകളുടെ വാർഡ് അടിസ്ഥാനത്തിലുള്ള കണക്കെടുപ്പിൽ അവിടെ UDF-ന് മജോറിറ്റി ഉണ്ട് എന്നതുകൂടിയാണ്. നമ്മൾ ഇതുവരെ പരാമർശിച്ചു പോയ എല്ലാ കഴിഞ്ഞ തവണത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ട ഇടങ്ങളിലും തദ്ദേശ കണക്കിൽ UDF-ന് അനുകൂലമാണ്. 2021-ലെ ആ ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം തദ്ദേശത്തിൽ ആവർത്തിച്ചിട്ടില്ല. അവിടെ UDF-ൻ്റെ വലിയ മജോറിറ്റിയാണ് പലയിടങ്ങളിലും കണ്ടത് എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ്. അതാണ് റാന്നിയുടെ ചിത്രം. അവസാനമായി നമ്മൾ പറയുന്നത് ചവറ മണ്ഡലമാണ്. ചവറ RSPയുടെ ഈറ്റില്ലമായ ചവറയിൽ കഴിഞ്ഞ തവണ വലിയ പോരാട്ടം നടന്നു. അവിടെ വിജയൻ പിള്ള എന്ന ഒരു ഇടത് സ്വതന്ത്രനെ കളത്തിലിറക്കിയാണ് ഷിബു ബേബി ജോണിൽ നിന്നും RSPയിൽ നിന്നും CPM ആ സീറ്റ് തിരികെ പിടിക്കുന്നത്. പിന്നീട് വിജയൻ പിള്ളയുടെ മകൻ സുജിത്ത് വിജയൻ പിള്ള കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായി വരുന്നു. അങ്ങനെ സുജിത്ത് വിജയൻ പിള്ള നേടിയ ഭൂരിപക്ഷം വെറും 1096 വോട്ടുകളാണ്. അതായത് UDF വന്നാൽ മന്ത്രിയാകാനിരുന്ന ഷിബു ബേബി ജോൺ അടിതെറ്റിയതായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ വെറും 1096 വോട്ടുകളുടെ അപ്രതീക്ഷിത പരാജയമാണ് അവിടെ ഷിബു ബേബി ജോണിന് സംഭവിച്ചത്. അതായത് കനത്ത പോരാണ് അവിടെ നടന്നത്. അത് ഇത്തവണ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. സുജിത്ത് അവിടെ ജനപ്രിയനുള്ള ആളാണ്. അതേസമയം ഷിബു ബേബി ജോണിനും വലിയ സ്വീകാര്യതയുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ 2021-ലെ ആ പോരാട്ട ചിത്രമായ 1096 എന്ന നേരിയ മാർജിനുള്ള രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വീണ്ടും 2026-ൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും ഉണ്ടാകുമോ? ചവറ പറയാൻ പോകുന്ന ജനവിധി എന്നത് പ്രസക്തമാണ്. ചവറയിലും UDF-ന് മജോറിറ്റിയാണ്. തദ്ദേശ കണക്കെടുപ്പിൽ 7796 വോട്ടുകളുടെ കണക്കെടുപ്പാണ് അവിടെ UDF-ന് അനുകൂലമായി ഉള്ളത് എന്നതുകൂടിയാണ് സാഹചര്യം. എന്തായാലും നമ്മൾ പരാമർശിച്ചു പോയ ഈ 10 നിയമസഭാ മണ്ഡലങ്ങളും ഇഞ്ചോടിഞ്ച് പോര് നടന്ന് 2000-ൽ താഴെ വോട്ടുകൾ മാത്രം വിജയിച്ച ഇടങ്ങളാണ്. അവിടങ്ങളിൽ 2026-ൽ എന്ത് ജനവിധി ഉണ്ടാവും? പോരാട്ട ചിത്രം ഏറെ പ്രസക്തമെന്നതാണ് രാഷ്ട്രീയം. കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. അഭിലാഷ്, എന്താണ് ഈ മണ്ഡലങ്ങളിൽ സംഭവിക്കുക? യെസ്, 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ദിവസങ്ങൾ എന്ന് തന്നെ നമുക്ക് ചുരുക്കി പറയാം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് 2021-ൽ തീപാറിയ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന 10 മണ്ഡലങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അവിടെ എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ത്, അതിൻ്റെ വിശദാംശങ്ങളാണ് TG സജിത്ത് നൽകിയത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചില മണ്ഡലങ്ങൾ, കുത്തക മണ്ഡലങ്ങളിലെ കുത്തക പൊളിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. വൈക്കം എന്നത് ഇടതുപക്ഷത്തിന് കൃത്യമായ വേരോട്ടം ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെ വിജയക്കൊടി പാറിക്കാൻ ഇത്തവണ ദളിത് ചിന്തകനായ സണ്ണി M കബിക്കാടിന് മത്സരരംഗത്ത് ഇറക്കും എന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ സണ്ണി M കബിക്കാടിന് സീറ്റ് ലഭിച്ചേക്കില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.